അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവട്ടെ. നെയ്യൊന്ന് ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. കിസ്മിസൊക്കെ ഒന്ന് വീർത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പോൾ കിസ്മിസൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തേങ്ങ ചിരകി എടുക്കുന്ന സമയത്ത് തേങ്ങാപ്പീര കുറച്ച് വലുപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങയുടെ വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ തേങ്ങയുടെ വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെടുക്കുന്ന പഴത്തിന് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാരയും കൂടി ചേർത്ത് ഇതൊന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തിളപ്പിച്ചാറിയ പാലും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ടാണ് പാല് ചേർത്ത് കൊടുത്തത്. പാല് നമ്മൾ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. പാല് ഒഴിച്ചു കൊടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചിലപ്പോൾ കാരമലൈസ് ആയി ഒരു കട്ട പോലെ ആയി കിട്ടും. അപ്പം അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാല് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് മാറും ഇത്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കാപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പഞ്ചസാരയും കൂട്ടി ചേർത്ത ഏലക്കാപ്പൊടിയാണ് 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. സാധാരണ ഏലക്ക മാത്രം പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഏലക്കയാണെന്നുണ്ടെങ്കിൽ 2 or 3 ഒക്കെ തല്ലി ചേർത്ത് കൊടുത്താൽ മതി. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയോ ഏലക്കയോ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടാണ്. ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. 2 or 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ഈ മാവൊന്ന് കലക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ മാവിൻ്റെ പുറത്ത് ചെറിയൊരു മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ പഞ്ചസാര, അധികം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് കട്ടിക്കൊന്ന് കലക്കിയെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം കട്ടകളൊന്നും ഇല്ലാതെ ഇതാ മാവൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ്. നല്ല പഴുത്ത നേന്ത്രപ്പഴം നോക്കിയെടുക്കുക. കുറച്ച് പച്ചപ്പുള്ള നേന്ത്രപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കറച്ചവ ഉണ്ടാവും. അതുകൊണ്ട് നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം നോക്കിയെടുക്കുക. ഇപ്പോൾ ആ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുഭാഗത്ത് കത്തി കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ നടുഭാഗം മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. 2 അറ്റവും കട്ട് ചെയ്ത് കൊടുക്കരുത്. ഇതാ ഇത്രയും മതി. 1/4 ഭാഗത്തുള്ളതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഈ പഴത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് നിറച്ചു കൊടുക്കുക. അപ്പോൾ ഫില്ലിങ്ങിൻ്റെ ചൂട് മാറിയിട്ട് ഇതിലേക്ക് അങ്ങ് നിറച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കുക. ഉള്ളിലേക്ക് പഴം പൊട്ടിപ്പോകാത്ത രീതിയിൽ ഫില്ലിങ് നിറച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിയെല്ലാ പഴത്തിലും ഫില്ലിങ് നിറച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് 2 എടുക്കാം. അപ്പോൾ ഫില്ലിംഗ് നിറച്ച ഒരു പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗത്ത് മാത്രം നമുക്ക് ഈ മാവൊന്ന് ആക്കി കൊടുക്കാം. നമ്മൾ ഫില്ലിംഗ് നിറച്ചില്ലേ ആ ഒരു ഭാഗം മാത്രം ഈ മാവൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഫില്ലിങ്ങിൻ്റെ ആ മുകൾ ഭാഗം മാത്രം മാവൊന്ന് ഇതുപോലെ ആക്കിയെടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 2 or 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവട്ടെ. നെയ്യിന് പകരം എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നെയ്യാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. നമ്മൾ മാവ് അപ്ലൈ ചെയ്തില്ലേ ആ ഒരു ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക. സൈഡ് ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഈ വശം നല്ലതുപോലെ ഒന്ന്
മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് നല്ലോണം എന്താ മൊരിച്ചെടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഈ ഒരു രീതിക്ക് എല്ലാ വശവും ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഒട്ടും തന്നെ നെയ്യൊന്നും കുടിച്ചിട്ടില്ല. ഈ നെയ്യിൽ നിന്ന് ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. ഇതെല്ലാം ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്. കടലപ്പഴം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന പഴം നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ പഴം നിറച്ചത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്